ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ എന്നാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ, അതും പുതിയ ഫോൺ, ഫ്രഷ് ആയിട്ടുള്ള ഫോണാണ് വാങ്ങാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ iPhone 13 പോയിട്ട് എടുത്തോ. ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അല്ലാതെ ഡബിൾ മൈൻഡായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും വേർത്തായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് അതായത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വരെയാണ്. അപ്പം അതിൽ iPhone 30ക്ക് നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട്. അതായത് iPhone 30യുടെ 128GB ബേസ് മോഡലിൻ്റെ പ്രൈസ് 38,999 39,000 രൂപ കിട്ടുന്നതായിരിക്കും. ഇപ്പോഴത്തെ നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 47,500 രൂപയാണ് ആമസോണിൽ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ്, ഏകദേശം 10,000 രൂപയുടെ ഉള്ളിൽ പൈസ ഇതിന് ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് പോയിന്റിൽ iPhone 13 ഒന്നാമത് 2021 ഈ ഒരു ഫോൺ ഇറങ്ങിയത്. ഓൾമോസ്റ്റ് 22, 23, 24 3 വർഷമായി ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഐഫോൺ എടുത്തു കഴിഞ്ഞാലും ഇനി ഒരു 3 വർഷം, 2024 ഇപ്പോൾ, 25, 26, 27 സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ പറയുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ iPhone 16 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ യാതൊരു ബന്ധവും ഇതിനില്ല. മൊത്തത്തിൽ മാറ്റേണ്ട ക്യാമറ മൊഡ്യൂളാണെങ്കിലും ഫ്രണ്ടിലത്തെ നോച്ചാണെങ്കിലും ഒന്നുമല്ല ഇപ്പോഴത്തെ പുതിയ ഐഫോണിൽ വരുന്നത്. ഇപ്പം ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്, ഫ്രണ്ട് വൈസ് ഔട്ട്ഡേറ്റഡ് ആയി, ബാക്കിലത്തെ ക്യാമറയുടെ ആംഗിളിൽ വ്യത്യാസം വന്നു, സോ ഔട്ട്ഡേറ്റഡ് ആയി. ഒരു ഔട്ട്ഡേറ്റഡ് ആയ ഡിസൈനാണ് ഇപ്പോഴും വരുന്നത്. ബാക്കിലൊരു ഗ്ലോസി ആയിട്ടുള്ള ബാക്ക് പാനലാണ് വരുന്നത്, മാറ്റ് അല്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിസൈൻ വൈസ് ഔട്ട്ഡേറ്റഡ് ആണ് 30. അപ്പോൾ ഡിസൈൻ വൈസ് ഔട്ട്ഡേറ്റഡ് ആണ്, എന്നാൽ പോലും ഐഫോൺ ആണ് എന്നുള്ളത് ഒരു മെയിൻ കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, അതായത് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ഡേറ്റും അതുപോലെ കിട്ടും. അവരുടെ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ, സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ആപ്പിളിൻ്റെ ഐഫോൺ എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ വരുന്ന ലൈറ്റിംഗ് പോർട്ടാണ്, USB അല്ല. iPhone 15 തൊട്ട് തന്നെ അവർ ലൈറ്റിംഗ് പോർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 15 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം 2023 ഇറങ്ങിയ ഫോണാണ്. ഇപ്പോൾ 24 ഇറങ്ങിയ 16 USB ആണ്. അപ്പം ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇതെടുത്തൊരു 3 വർഷത്തേക്ക് ഇനി യൂസ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റിംഗ് പോർട്ടൊന്നും എവിടെയും കാണാനുണ്ടാവില്ല, ഒഴിവാക്കി വരികയാണ്. അപ്പം അത് ഒരു ഇതാണ്. നിങ്ങൾക്ക് മാത്രമേ പിന്നീട് ആ സമയത്ത് ഈ ലൈറ്റിംഗ് പോർട്ട് എടുത്തിട്ട് നിങ്ങൾ നടക്കുകയുള്ളൂ. ബാക്കി ആരെ കൈമ്പിലും ഈ ചാർജിങ് കേബിൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പഴയ ഇതൊക്കെ കാണാറില്ല സിനിമയിലൊക്കെ, ആരുടെയും കയ്യിൽ ഈ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ. ഇതിന് വേറെ ഏടിയും കിട്ടാനില്ല, നമ്മളെ കയ്യിൽ മാത്രമേ ഈ ഫോണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേബിൾ ആരെങ്കിലും കയ്യിൽ തപ്പിക്കൊണ്ട് നടക്കേണ്ടി വരും. കേബിൾ ഉണ്ടോ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ മേ ബി വന്നേക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായാലും വരും. അപ്പോൾ അതും ഔട്ട്ഡേറ്റഡ് ആയി. ലൈറ്റ്നിങ് പോർട്ട്, അതൊരു മെയിൻ കാര്യമാണ്. 2 കാര്യം ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. പിന്നെ പെർഫോമൻസ് ഒക്കെ ഉഗ്രനാണ്, അങ്ങനെ ലാഗും കാര്യങ്ങളൊന്നും വരില്ല. സോഫ്റ്റ്വെയർ ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ വരും. അതിപ്പോൾ iOS പഴയ iOS എന്നല്ല, ഇപ്പം അത്യാവശ്യം ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. സ്റ്റക്ക് ആവാറുണ്ട്, ഹാങ് ആവാറുണ്ട് ഐഫോൺസ്. അതിപ്പം എത്ര വലിയ ഐഫോൺ ആണെങ്കിലും അത് സ്റ്റക്കും ആവും, ഹാങ് ആവും. പണ്ടത്തെ ആപ്പിളല്ല ഇപ്പം. പിന്നീട് ക്യാമറയാണ് മെയിൻ കാര്യം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ക്യാമറ തന്നെയാണ് ഇതിന് വരുന്നത്. ഐഫോണിൽ ബെസ്റ്റ് ക്യാമറയാണ് വരുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം വേറെ ആൻഡ്രോയിഡ് ഫോണിലും ഇതിനും കാട്ടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് നല്ല ഫോൺസ് ഉണ്ട്. ഇതിലാണെങ്കിൽ നമുക്ക് 4K 16 FPS നല്ല രീതിയിലുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ സിനിമാറ്റിക് മോഡും ഇതിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് ഐഫോൺ സിനിമാറ്റിക് മോഡ് വന്നത് iPhone 13 അപ്പം അതും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ക്യാമറയുടെ ഭാഗത്ത് വരുന്നുണ്ട്. 13 തൊട്ടാണ് ഈ പറയുന്ന സിനിമാറ്റിക് മോഡ് വരുന്നത്. സോ ബ്ലറായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. ക്യാമറ വൈസ് നിങ്ങളൊരു ബ്ലോഗൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കണ്ടന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ക്യാമറ വൈസൊക്കെ ഉഗ്രനാണ്, പെർഫോമൻസ് ഉഗ്രനാണ്. പിന്നീട് ബാറ്ററി ലൈഫൊക്കെ തന്നെ നോർമലായിരിക്കും. ഷോക്കാണെന്ന് ഞാൻ പറയുന്നില്ല, നോർമൽ ക്യാമറ ബാറ്ററിയൊക്കെ നോർമലായിരിക്കും. വലിയ ഗംഭീര ബാറ്ററി ഒന്നും വരുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് 20 വാട്ടേ ഉള്ളൂ. അപ്പം ചാർജറും ബോക്സിനകത്ത് വരുന്നില്ല. ലൈറ്റ്നിങ് കേബിൾ ബോക്സിനകത്ത് വരുന്നുണ്ട്. അത് ഉപയോഗമില്ലാത്ത ലൈറ്റ്നിങ് കേബിളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചോളൂ, പിന്നീട് തപ്പി നടക്കേണ്ട ആവശ്യമൊക്കെ വരും. പിന്നീട് ഈ ഒരു വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത്
ഡിസ്പ്ലേ അടിച്ചു പോകും എന്നായിരിക്കും കൂടുതൽ പേരും കമൻറ്റ് ഇടുന്നത്. യെസ്, iPhone 13 സീരീസിലെ ഒട്ടുമിക്ക ഫോൺസിനും ഈ പറയുന്ന ഡിസ്പ്ലേയുടെ ആ ഒരു ഗ്രീൻ വരുന്ന ഇഷ്യൂസ് അധികം കാണാറുണ്ട്. അപ്പം വരും, അതും ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. iPhone 13 സീരീസിലാണ് ഈ പറയുന്ന ഇഷ്യൂസ് അധികം വന്നിട്ടുള്ളത്. iPhone 13 മേ ബി വന്നേക്കാം, അല്ല നിങ്ങളുടെ ഫോണും ചിലപ്പോൾ മേ ബി വന്നേക്കാം. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയണു, അങ്ങനത്തെ ഇഷ്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഐഫോൺ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏറ്റവും വില കുറവിൽ ഐഫോൺ പുതിയ മോഡൽ, നിങ്ങൾക്ക് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഐഫോണാണ് സെക്കൻഡ് ഹാൻഡ് വാങ്ങണ്ട, പുതുതായിട്ടുള്ള ഒരു ഐഫോണാണ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എടുത്തോ. നിങ്ങൾ ഇങ്ങനത്തെ റിവ്യൂസോ അല്ലെങ്കിൽ ആരഭിപ്രായം ഞാൻ പറഞ്ഞൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, പോയിട്ട് എടുക്കുക. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ പോയിട്ട് എടുക്കാം. പിന്നെ അത് എടുത്തു കഴിഞ്ഞിട്ട് രസമില്ല, വെറുതെ എടുത്തിന് മറ്റേനെ എടുക്കായിരുന്നു എന്നുള്ള മൈൻഡ് സെറ്റ് എന്തായാലും വരും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് പോയിട്ട് എടുക്കുക. അതിന് എന്തൊക്കെ രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജ് ഒക്കെ ആരൊക്കെ പറഞ്ഞാലും, ഏറ്റവും വലിയ ആൾക്കാർ വരെ പറഞ്ഞാലും അതൊന്നും കേൾക്കരുത്, നിങ്ങൾ പോയിട്ട് എടുക്കുക. അത്രേ ഞാൻ പറയാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഫോൺ എടുക്കേണ്ടവർ ആണെന്നുണ്ടെങ്കിലും വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ വ്യൂസും കാര്യങ്ങളും കിട്ടി എനിക്ക് വലിയ ആവാനൊന്നുമില്ല. അപ്പം അപ്പോൾ വാങ്ങുന്നവർ പോയിട്ട് എടുക്കുക. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അടുത്ത ആഴ്ച തൊട്ടാണ് ബിഗ് ബില്യൺ ഡേയും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ തന്നെ വരുന്നത്. iPhone 13 ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോയിട്ട് എടുക്കുക. പിന്നീട് ഒരു അഭ്യർത്ഥനയുണ്ട്, 128 എടുക്കാതിരിക്കുക, 256 GB എടുക്കുക. അപ്പം ഈ 40,000 രൂപ കിട്ടൂല, വില കൂടും. കാരണം ഒന്നാമതേ നല്ല ക്യാമറ ഒക്കെ ഉള്ള ഫോൺസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. പിന്നെ ഈ 128 ഒക്കെ എടുത്തിട്ട് എന്ത് കാര്യമില്ലടി, ഒരു കാര്യമില്ല. അപ്പം എടുക്കുന്നുണ്ടെങ്കിൽ 256 എടുക്കുക. 256 എടുത്താലും നമുക്ക് വലിയ രീതിയിലുള്ള പിന്നെ ഡിലീറ്റ് ചെയ്യേണ്ടൊക്കെ വരും. അപ്പം 128 നിങ്ങൾക്ക് അത്രക്കും പൈസ ഒക്കെ ഷോർട്ടാണെങ്കിൽ എടുത്തോ, അത്ര ഞാൻ പറയാനുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ആ 256 GB എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, നല്ല രസമുണ്ടാകും, യൂസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സ്റ്റോറേജ് ഒക്കെ കിട്ടും. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.